കിം ഇറങ്ങും എണ്ണ കൊടുത്താൽ. എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കി തരാം. യുദ്ധം തുടങ്ങുമ്പോൾ പുടിന്റെ കൂടെ വടക്കൻ കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ മാത്രമായിരുന്നു ഉറ്റ സുഹൃത്തായി കൂടെ ഉണ്ടായിരുന്നത്. മറ്റൊരു സുഹൃത്തായ ചൈനയിലെ ഷീ ജിൻപിങ് നിഷ്പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്റെ വ്യക്തിപരമായ സുഹൃത്തായ ട്രംപ് കൂടി അധികാരത്തിലെത്തുമ്പോൾ പുടിന്റെ കരുത്ത് കൂടുകയാണ്. യുക്രൈനുമായുള്ള പോരാട്ടത്തിൽ റഷ്യയ്ക്ക് ഉറച്ച പിന്തുണ നൽകുമെന്ന് ഇന്നലെയും ആവർത്തിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. റഷ്യയുടെ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കിം ജോങ് ഉൻ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. പോരാട്ടത്തിൽ റഷ്യയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് കിം ജോങ് ഉൻ പ്രതിജ്ഞ എടുത്തതായി സ്റ്റേറ്റ് മീഡിയാസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസങ്ങളിലായി 10,000-ഓളം സൈനികരെ ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചിരുന്നുവത്രേ. റഷ്യയുടെ അതിർത്തി മേഖലയിൽ പലയിടങ്ങളിലായി ഇവരെ വിന്യസിച്ചിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ പല ലോകരാജ്യങ്ങളും ആശങ്ക പരസ്യമായി തുറന്നു പറയുന്നതിനിടെയാണ് ആൻഡ്രി ബെലോസോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സൈനിക സംഘം ഉത്തര കൊറിയയിലേക്ക് എത്തുന്നത്. സൈനിക പങ്കാളിത്തം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളുടെയും പരമാധികാരവും സുരക്ഷാ താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്നും കിം ജോങ് ഉന്നും ആൻഡ്രിയും വ്യക്തമാക്കുന്നു. കൂടിക്കാഴ്ച വിജയകരമായിരുന്നുവെന്നും യോജിച്ച തീരുമാനങ്ങളാണ് നേതാക്കൾ പരസ്പരം സ്വീകരിച്ചതെന്നും സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. റഷ്യയുടെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും ഉത്തര കൊറിയയുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് കിം വാക്ക് കൊടുക്കുന്നത്. റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുവാദം നൽകിയ US തീരുമാനത്തിനെതിരെ കിം ജോങ് ഉൻ നേരത്തെ തന്നെ രംഗത്തെത്തിയതാണ്. അതേസമയം റഷ്യയുടെ ആയുധപ്പുര നിറയ്ക്കാൻ ഉത്തര കൊറിയ വലിയ രീതിയിൽ പീരങ്കികളും മിസൈലുകളും കയറ്റി അയച്ചുവെന്ന ആരോപണം ദക്ഷിണ കൊറിയ ഉയർത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. പക്ഷേ റഷ്യയ്ക്ക് വേണ്ടി കൂലിപ്പടയായിട്ട് പോലും ഉത്തര കൊറിയൻ സൈനികർ യുദ്ധം ചെയ്യുന്നുണ്ടെന്നതാണ് വാസ്തവമെന്ന് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കൻ കൊറിയയ്ക്ക് ഈ വിഷയത്തിൽ ബിസിനസ് താല്പര്യങ്ങളുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ വാദം. വടക്കൻ കൊറിയ നൽകിയ സൈനിക സഹായത്തിന് പകരം റഷ്യ നൽകിയത് എണ്ണയാണ്. അതും UN പ്രതിരോധം ലംഘിച്ച് 10 ലക്ഷത്തിലേറെ ബാരൽ എണ്ണ നൽകിയിട്ടുണ്ടെന്നാണ് UK-യിലെ ഗവേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് നിരോധനമുള്ള ഒരേ ഒരു രാജ്യമാണ് വടക്കൻ കൊറിയ. വടക്കൻ കൊറിയയ്ക്ക് ചെറിയ അളവിലെ എണ്ണ വിൽക്കാവൂ എന്നാണ് UN-ന്റെ അറിയിപ്പ്. വർഷം 5 ലക്ഷം ബാരൽ മാത്രം. റഷ്യ പക്ഷേ അത്തരം റിപ്പോർട്ടുകളോടൊന്നും പ്രതികരിക്കാൻ പോയിട്ടുമില്ല. അതായത് സൈനികർക്ക് പകരം എണ്ണ നൽകിയാണ് ഈ ബന്ധം മുന്നോട്ട് പോകുന്നത്. ഉപരോധത്തിൽ വലഞ്ഞു നിൽക്കുന്ന ഉത്തര കൊറിയയ്ക്ക് ഏറെ ആശ്വാസമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 50,000-ഓളം വരുന്ന സൈനികരെ കൂടി നോർത്ത് കൊറിയ കൊടുത്തുവെന്നാണ് പറയപ്പെടുന്നത്. വരും ദിനങ്ങളിൽ ഇതും പുടിനെ കൂടുതൽ കരുത്തനാക്കുമെന്നാണ് പറയുന്നത്.